ത്രിയേക ദൈവത്തിന് സ്തുതി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. മനുഷ്യൻ അവൻ്റെ നന്മകളെയും ഉത്തരവാദിത്തങ്ങളെയും മറന്നു പോകുന്നുണ്ട് എന്ന് തോന്നാറുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ മേന്മകളെയും ഉത്തരവാദിത്തങ്ങളെയും നിരന്തരം ഓർമ്മിപ്പിച്ചെടുക്കേണ്ട ബാധ്യത നമുക്ക് പരസ്പരമുണ്ട്. യേശു കർത്താവ് തൻ്റെ കേൾവിക്കാരുടെ കടമകളെ ഓർമ്മിപ്പിക്കുക മാത്രമല്ല, പരസ്പരം ഇണങ്ങുന്ന മട്ടിൽ അത് ദൈവത്തോടും പ്രകൃതിയോടും സമസൃഷ്ടങ്ങളോടുമൊക്കെ പെരുമാറാനും ഉത്ബോധിപ്പിക്കുന്ന ഭാഷണമാണ് ഈ വേദഭാഗത്തിൻ്റെ പ്രമേയം. കാക്കയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പണ്ടികശാലയും കളപ്പുരയുമില്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പറവജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ. വാക്യം 24. ഭൂമിയുടെ നിലനിൽപ്പിനായി ഉപകാരങ്ങളെ വിതയ്ക്കുന്ന ജീവിതമാണ് അർത്ഥപൂർണമാകുന്നത് എന്നൊരു ധ്യാനം ഈ വാക്യത്തിലുണ്ട്. ആർക്കും ഒരു ഉപകാരവും പ്രയോജനവും ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ജീവിതം ഭൂമിക്ക് ഭാരമാണ്. കാക്ക ഒരു ഉപകാരിയാണ്. എല്ലാ പ്രഭാതങ്ങളിലും പറന്ന് നടന്ന് ഇടം നോക്കാതെ, ആർക്കു വേണ്ടി എന്ന് നോക്കാതെ ഉപകാരം ചെയ്യുന്ന കാക്ക നമുക്ക് ഒരു പാഠപുസ്തകമാണ്. ഒപ്പമുള്ളവരെ നന്മയിലേക്ക് നയിക്കുകയും പലതര ആവശ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരുടെ അവസ്ഥ അറിഞ്ഞ് ഇടപെടാൻ ഇഷ്ടപ്പെടുന്ന ഉപകാരികളായ മനുഷ്യർ ആണ് ഈ ഭൂമിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനവും അനുഗ്രഹവും. വലിയ വലിയ ആശുപത്രികളിൽ വരുന്ന രോഗികൾക്ക് ഡോക്ടർമാരുടെ ക്യാബിനും പിന്നെ MRI തുടങ്ങിയ പരിശോധന സ്ഥലങ്ങളും കാണിച്ചു കൊടുത്ത് റിസൾട്ടിന് നേരമാകുമ്പോൾ അതും പോയി ശേഖരിച്ച് സമയാസമയങ്ങളിൽ ഭക്ഷണവും എത്തിച്ചു കൊടുത്ത് നടന്നു നീങ്ങുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കായി വിതയ്ക്കാനും മറക്കുന്നു, കൊയ്യുന്നുമില്ല, കളപ്പുരയിലൊന്നും കൂട്ടിവെക്കുന്നുമില്ല. ആയുസ്സിൻ്റെ അധിക സമയവും ആവേശത്തോടെ പറന്ന് നടന്ന് ഉപകാരം ചെയ്ത് ഭൂമിക്ക് അനുഗ്രഹമായി മാറുന്നവരെ ദൈവം എത്രയോ വിശേഷതയോടെയാണ് പുലർത്തുന്നത് എന്നതിന് ധാരാളം ഉദാഹരണങ്ങളും അനുഭവങ്ങളുമൊക്കെ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ തന്നെ ഉണ്ട്. പിന്നെ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? വാക്യം 25. അടുത്ത നിമിഷങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങളെ കടമെടുത്ത് ഈ നിമിഷത്തിൻ്റെ ഭംഗിയെ നശിപ്പിക്കരുത് എന്ന ചിന്ത ഈ വാക്യത്തിൽ പ്രബലമാണ്. ഉത്കണ്ഠകൾക്ക് ഉത്തരം ഇല്ല. ഈ നിമിഷത്തിൽ എന്ത് ചെയ്യാൻ കഴിയും അത് ചെയ്യുക എന്നതാണ് ഉത്കണ്ഠയ്ക്കുള്ള ഉത്തരം. ഞാനിനി എന്ത് ചെയ്യും എന്ന് വിചാരപ്പെടുന്നവർ ധാരാളമുണ്ട്. അത് സ്വാഭാവികവുമാണ്. ഒരു ധനവാനായ മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. ആ നേരം ആ മനുഷ്യനും ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്യേണ്ടു എന്നാണ്. എന്നിട്ട് അയാൾ ചെയ്യുന്നത് തനിക്ക് കിട്ടിയ വിളവ് കൂട്ടിവെക്കുവാൻ സ്ഥലം പോരാ എന്ന് കരുതി കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിയുകയാണ്. എന്നിട്ട് ഏറിയ നാളുകൾക്ക് വേണ്ടി വസ്തുവകകൾ കൂട്ടിവെച്ചു. ഇനി ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് തന്നോട് തന്നെ പറയാൻ ഒരുങ്ങുകയാണ്. പക്ഷേ ആ മനുഷ്യനോട് ദൈവം പറയുന്നത് ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ഞാൻ ചോദിക്കും എന്നാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ നിമിഷത്തിൻ്റെ ആശ്വാസവും ഭംഗിയുമാകട്ടെ, മറിച്ച് വരാനിരിക്കുന്ന ഏറിയ നാളുകൾക്ക് വേണ്ടി ആശ്വാസവും ആനന്ദവും സ്വരുക്കൂട്ടാൻ ആയിരിക്കരുത്. ജീവിത വിജയം കാൽക്കീഴിൽ വന്നു എന്ന് കരുതി മതിമറന്ന് ആഘോഷിക്കാൻ ഒരുങ്ങുന്നത് ഒരുപക്ഷെ ദൈവം പോലും ക്ഷമിക്കുകയില്ല. യോസഫ് മിസ്രൈം ദേശത്തിന് മേലധികാരിയായി ഉയർത്തപ്പെട്ട് നിൽക്കുമ്പോഴും മുമ്പിൽ നിൽക്കുന്ന സഹോദരങ്ങളോട് നിങ്ങൾ എനിക്ക് ദോഷം വിചാരിച്ചു, ദൈവം അതിനെ ഗുണമാക്കി മാറ്റി എന്ന് ഉരുവിട്ടുകൊണ്ട് പിതൃഭവനത്തെ സംരക്ഷിച്ചത് വായിക്കുമ്പോൾ ഓരോ നിമിഷങ്ങളെ എത്ര ഭംഗിയോടെയാണ് ചിലർ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഓർത്തു പോകുകയാണ്. ഓരോ നിമിഷങ്ങളെയും
ഭംഗിയോടെ കൈകാര്യം ചെയ്യുവാൻ ദൈവം എല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. വാക്യം 27. പരിസരങ്ങൾക്കും കാഴ്ചക്കാർക്കും സന്തോഷം നൽകുന്ന വിധത്തിൽ നിലകൊള്ളുവാൻ ഇടയാകണം എന്ന് താമര വായനക്കാരെ ഓർമ്മിപ്പിക്കുകയാണ്. ചേറിലും ചെളിയിലും ഒക്കെയാണ് താമരയുടെ നിൽപ്പെങ്കിലും അതിൻ്റെ സൗന്ദര്യം അപാരമാണ്. മനുഷ്യരായ നമ്മെ നട്ടതും വളർത്തുന്നതും ഉണങ്ങിപ്പോകാതെ സംരക്ഷിക്കുന്നതും എല്ലാം പരിസരങ്ങളുടെ മനോഹാരിത വർദ്ധിപ്പിക്കാൻ മാത്രമാണ് എന്ന് ഓർക്കാനിടയാകട്ടെ. ഭൂമി ചെളി അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. തങ്ങൾക്ക് നിൽക്കാൻ ചെളിയും ചേറും ഇല്ലാത്ത ഇടം അന്വേഷിക്കുന്നവർ ഉണ്ടോ എന്നറിയില്ല. പക്ഷേ നിൽപ്പ് ചെളിയിലായതുകൊണ്ട് താമരയുടെ ദളത്തിൻ്റെ ചൈതന്യം സൗന്ദര്യവും പെട്ടെന്ന് തന്നെ ആരുടെയും കണ്ണിൽപ്പെടും എന്നതാണ് വസ്തുത. കാൽവറി ക്രൂശിൽ കിടക്കുമ്പോഴാണ് യേശു കർത്താവിന് ഏറ്റവും ഭംഗി തോന്നുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത്? മരണമണി മുഴങ്ങുമ്പോൾ പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ പെട്ടുപോകാത്തത് കൊണ്ടാണ്. സാഹചര്യങ്ങൾ ഏത് രൂപത്തിലും വരട്ടെ, നമുക്കൊരു പിതാവുണ്ട്. ആ പിതാവിൻ്റെ കരങ്ങളിലാണ് നമ്മുടെ നിൽപ്പും കിടപ്പും എന്ന് കരുതിയാൽ തീരാവുന്നതേ ഉള്ളൂ ഏത് മരണവേദനയും. അങ്ങനെ താമരയുടെ ചൈതന്യത്തോടെ ജീവിത യാത്ര തുടരാൻ നമുക്കേവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വിരാമം ഇടുകയാണ്. ആമേൻ.